ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിനൈസ് വ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂരിൽ നിന്ന് മധ്യപ്രദേശിലെ ഭോപ്പാലിലേക്ക് പോകുന്നൊരു യാത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷൻ വരുന്നത് ടിൻ ഫാക്ടറിയാണ്. അപ്പോൾ ഞാൻ ആ ടിൻ ഫാക്ടറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് എടുത്തു. നേരെ ടിൻ ഫാക്ടറി പോയി ഇറങ്ങി. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് നമ്മളുടെ ട്രെയിൻ വരുന്ന സ്റ്റേഷനിലേക്ക്. യശ്വന്തപുരം ജംഗ്ഷനാണ് നമ്മുടെ ട്രെയിൻ വരുന്ന സ്റ്റേഷൻ. ഈ ട്രെയിന് യശ്വന്തപുരം ടു ന്യൂഡൽഹി എല്ലാം ശനിയാഴ്ചയും പിന്നെ ഏതൊക്കെ ദിവസങ്ങളിലുണ്ട്. അപ്പോൾ ഞാൻ ശനിയാഴ്ചയാണ് പോണത്. അപ്പോൾ ട്രെയിനിൻ്റെ പേരാണ് ഡുറൻഡോ എക്സ്പ്രസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് AC കോച്ചുകളാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ സ്റ്റോപ്പുകൾ വളരെ കുറവാണ്. അതൊക്കെയാണ് ഞാൻ ഈ ട്രെയിൻ എടുക്കാൻ കാരണം. അപ്പോൾ ട്രെയിൻ വന്നു, ട്രെയിൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല തിരക്കാണ്. ഇഷ്ടംപോലെ ഹിന്ദിക്കാരുണ്ട്. എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ. നമ്മളിങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നത് നോക്കി ഇങ്ങനെ നിന്ന് കുറച്ച് നേരം എന്നിട്ട് നമ്മൾ നമ്മുടെ ബോഗി ലക്ഷ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം 11:40 എത്തേണ്ട വണ്ടി ഏകദേശം 11 മണിയാകുമ്പോൾ തന്നെ പ്ലാറ്റ്ഫോമിലെത്തി. നമ്മൾ വേഗം നമ്മുടെ ബോഗിയിലേക്ക് കയറി നല്ല തണുപ്പിച്ചിട്ടേക്കായിരുന്നു കേട്ടോ. ഫുൾ തണുപ്പിലിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് വെള്ളവും പിന്നെ ബെഡ്ഷീറ്റും പിന്നെ അതുകൂടാതെ തന്നെ പുതപ്പും തലോണയൊക്കെ അവർ തന്നു. അപ്പോൾ ഞാൻ വേഗം കയറി കിടന്നുറങ്ങി. നല്ല സുഖം ഉണ്ടായിരുന്നു. കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഉണ്ട് കേട്ടോ. രാവിലെ എണ്ണിട്ട് നേരെ പുറത്ത് നോക്കിയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയാലും പിന്നെ അവിടുത്തെ ഒരു ചെടികളും കാര്യങ്ങളൊക്കെ ആകെ ഒരു പ്രത്യേക ഒരു വ്യത്യാസം പോലെ തോന്നി. നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്ത് കുറച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇന്നലെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ചോറും തൈരും കൂടിയിട്ടൊരു പിടുത്തം പിടിച്ചു. വെള്ളച്ചോറ് കേട്ടോ. നല്ല രസമായിരുന്നു രാവിലെ കഴിക്കാൻ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും ട്രെയിനിൽ നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ. ഞാൻ നോൺ വെജ് മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നോൺ വെജ് മീൽസിൽ വരുന്നത് ബ്രെഡ് ഓംലേറ്റ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മാംഗോ ജ്യൂസ്, പിന്നെ ഒരു ബട്ടർ, പിന്നെ നമ്മളുടെ ചായ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ടീ ബാഗ്, പാൽപ്പൊടി, പഞ്ചസാരയൊക്കെ കേട്ടോ. ഞാൻ ഈ ഡബിൾ ഓംലേറ്റാണ് കിട്ടിയത്. അത് വീറ്റ് ബ്രെഡും കൂടിയിട്ട് സാൻഡ്വിച്ച് പരിവാക്കിയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചായയും കൂടി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനിലെത്തി. ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിന് ഒക്കെ ഭയങ്കര ചൂടാണ് പുറത്തൊക്കെ. അപ്പോൾ അതൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിലേക്കൊക്കെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക, സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ട് കൗതുകം തോന്നി. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ചുറ്റോറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു. ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്കും നമ്മുടെ ലഞ്ചിനുള്ള ടൈമായിരിക്കും. ലഞ്ചിന് എന്താ സ്പെഷ്യൽ വെച്ചാൽ ചോറുണ്ട്, പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോഴുള്ള ദാൽ കറി, പിന്നെ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറി, പിന്നെ ഒരു സബ്ജി പോലത്തെ സംഭവം, 2 റൊട്ടി. അപ്പോൾ എനിക്ക് ഇന്ന് കഴിച്ച ചിക്കൻ കറി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞാൻ ഇത്ര കാലമായിട്ട് ഈ ട്രെയിനിൽ പോയിട്ട് ഇത്ര അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫ്രൈഡ് ടൈപ്പിലുള്ള ചിക്കൻ കറി നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ചെയ്തപ്പോഴേക്കും നമ്മളിങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള കടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ട്രെയിൽ അവർ റെഡി ആക്കി നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു സീറ്റ് നമ്പർ അനുസരിച്ച് കൊണ്ടുവരിക ചെയ്യാം കേട്ടോ. എന്തൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, വെജ് സാൻഡ്വിച്ച്, പിന്നെ സോൻപപ്പൊടി, പിന്നെ അതിൻ്റെ കൂടെ ഒരു മിക്സർ, പിന്നെ എന്തൊരു വട പോലത്തെ ഒരു സംഭവം കേട്ടോ. എനിക്ക് കടിച്ചാൽ പൊട്ടുന്നുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ശോകമായിരുന്നു സംഭവം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തപ്പോഴേക്കും നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷനായി. ഇത് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോർട്ടായിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതിയെന്ന് ആർക്കറിയാം. പക്ഷെ അത് ശരിയാക്കാൻ ഇതൊന്നും റെയിൽവേയിലെ കാര്യങ്ങളും പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേഷനിലെത്തി. റാണി കമലാപതി സ്റ്റേഷനാണ് കേട്ടോ അത്. ഈ സ്റ്റേഷൻ ഭയങ്കര സംഭവം റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ കേരളത്തിലായാലും വേറെ എവിടെ പോയാലും ഇതുപോലത്തെ ഒരു സ്റ്റേഷൻ കണ്ടിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൽ ഈ സ്റ്റേഷൻ്റെ ഉള്ളിൽ കുറേ അധികം ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്താണ് ഡോർമെട്രി. AC ഡോർമെട്രി വരുന്നത് 350 രൂപ കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ളൊരു സ്ഥലം അതിലാണ് ഈ ഡോർമെട്രി വരുന്നത്. അപ്പോൾ നമ്മൾ ഡോർമെട്രി എടുത്തു. അന്നത്തെ ദിവസം അവിടെ റെസ്റ്റ് എടുത്തു. താങ്ക്സ് ഫോർ വാച്ചിങ്.